കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ഇടുത്തി പോലെയായിരുന്നു ആ വാക്കുകൾ. സംസ്ഥാനത്തെ LDF ഭരണം മൂന്നാം ടൈമിലും ആവർത്തിക്കുമെന്ന തിരുവനന്തപുരം DCC അധ്യക്ഷൻ പ്രമുഖ കോൺഗ്രസ് നേതാവായ പാലോട് രവിയുടെ ആ ഫോൺ സംഭാഷണം ചോർത്തിയവർ എന്തായാലും കോൺഗ്രസിന്റെ പാർട്ടിക്കിട്ടാണ് ഇപ്പോൾ ആപ്പടിച്ചിരിക്കുന്നത്. കാരണം 4 പേര് അറിഞ്ഞതോടെ നാട്ടിൽ മൊത്തം പാട്ടാക്കുകയും ചെയ്തു. പാലോട് രവി വെറുമൊരു പ്രാദേശിക നേതാവല്ല, അദ്ദേഹം ഒരു പ്രാദേശിക കോൺഗ്രസ് നേതാവുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിന്റെ ഒരു ഭാഗമാണ് പുറത്തായത്. തലസ്ഥാന ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിക്കുന്ന നേതാവാണ് അദ്ദേഹം. അദ്ദേഹം തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഇങ്ങനെ ഹതഭാഗ്യനും നിരാശനുമായി നോക്കിക്കൊണ്ടു നിന്നാൽ സംസ്ഥാന നേതാക്കളുടെ അവസ്ഥ എന്താകുമെന്ന് വളരെ വ്യക്തം. ഇത് CPM-നുള്ള ഇത്രയും പോരെ എന്നുള്ള സന്ദേശമാണോ, അതോ BJP-ക്കുള്ള ഒരുങ്ങിയിരുന്നോ തയ്യാറായിക്കൊള്ളൂ എന്ന തരത്തിലുള്ള സന്ദേശമാണോ എന്നാണ് ഇനി വ്യക്തമാകേണ്ടത്. പക്ഷെ പാലോട് രവി സംസ്ഥാന കോൺഗ്രസിലെ ഒരു മുതിർന്ന നേതാവാണ്. എന്തും വലിയ വായിൽ വിളിച്ചു പറയുന്ന ആളല്ല. പക്ഷേ താൻ നടത്തിയ സംഭാഷണത്തിൽ ഇനിയും പാർട്ടി പ്രവർത്തകർക്കുള്ള മുന്നറിയിപ്പുണ്ടെന്നും ഇതിന്റെ ഒരു ഭാഗം മാത്രം എടുത്ത് ചിലർ പ്രചരിപ്പിക്കുകയാണെന്നുമാണ് അദ്ദേഹത്തിന്റെ നിലപാട്. എന്തായാലും പാലോട് രവി പറയുന്നത് പോലെ അല്ല കാര്യങ്ങൾ എന്ന് എത്ര കോൺഗ്രസ് നേതാക്കൾ ഇനി അങ്ങോട്ട് വിശദീകരണമായി മുന്നോട്ട് വരുമെന്ന് കാത്തിരുന്ന് കാണണം. 60 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP എന്താണ് ചെയ്യാൻ പോകുന്നത് നോക്കിക്കോ എന്നാണ് പാലോട് രവി ഫോൺ സംഭാഷണത്തിൽ പറയുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിച്ചതുപോലെ കാശ് കൊടുത്ത് അവർ വീണ്ടും വോട്ട് പിടിക്കും. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി 3ാം സ്ഥാനത്തേക്ക് വീഴും. മാർക്സിസ്റ്റ് പാർട്ടി 3ാം ടൈമിലും ഭരണം തുടരും. ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്നാണ് പാലോട് രവി സംഭാഷണത്തിന്റെ ഇടയ്ക്ക് പറയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2025 അവസാനം നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് ഉച്ചകുത്തി വീഴുമെന്നും നിയമസഭയിൽ താഴെ വീഴുന്നുമെന്നും CPM വീണ്ടും ഭരണം തുടരുമെന്നും ഒക്കെ പറയുന്നുണ്ട്. ഇതോടെ കോൺഗ്രസിന് അധോഗതിയാകുമെന്നും നേതാക്കൾ പലരും എടുക്കാച്ചരക്കാകുമെന്നും മുസ്ലിം അണികൾ CPM-ലേക്ക് പോകുമെന്നും ബാക്കിയുള്ളവർ BJP-യിലേക്ക് പോകുമെന്നും വളരെ കൃത്യമായൊരു പ്രവചനമാണ് പാലോട് രവി തന്റെ സംഭാഷണത്തിൽ പറയുന്നത്. ഇറങ്ങി നടന്ന് ജനങ്ങളോട് സംസാരിക്കാൻ കോൺഗ്രസ് ആളില്ല എന്ന് പാലോട് പറയുന്നു. വളരെ സത്യമാണത്. ഗ്രൂപ്പ് പറഞ്ഞ പാർട്ടിയെ കുഴിച്ചു മൂടുന്നതിൽ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. അതും പാലോട് പറഞ്ഞൊരു സത്യാവസ്ഥയുണ്ട്. അപ്പോഴേക്കും ഇത് വിവാദമായി. പാലോട് രവി തന്റെ വിശദീകരണമായി രംഗത്തെത്തി. കോൺഗ്രസിനെ വെട്ടിലാക്കിയുള്ള ഫോൺ സംഭാഷണം പുറത്തു വന്നതോടെ ഇത് സംഘടനാ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി താൻ തിരുവനന്തപുരം DCC അധ്യക്ഷനായ താൻ അണികൾക്ക് അയച്ച മെസ്സേജിന്റെ ഒരു ഭാഗമാണെന്നാണ് പാലോട് രവിയുടെ വിശദീകരണം. താൻ പറഞ്ഞത് എന്തെന്ന് അണികൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. സംഘടനാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ പിന്നിലാകുമെന്നാണ് ഉദ്ദേശിച്ചത്. ഇത്തരം മെസ്സേജുകൾ നിരന്തരമായി താഴെത്തട്ടിലേക്കുള്ള സംഘടനാ പ്രവർത്തകർക്ക് നൽകുന്നതാണെന്നും പാലോട് രവി വിശദീകരിക്കുന്നു. കാര്യം എന്താണ്? പ്രാദേശിക ഘടകങ്ങളിലെ ഭിന്നത ഒഴിവാക്കണം. എങ്കിൽ മാത്രമേ ഒറ്റക്കെട്ടായി CPM ഭരണത്തെ താഴെയിറക്കാനും BJP-യുടെ വളർച്ചയെ പ്രതിരോധിക്കാനുമാകുമെന്നാണ് കോൺഗ്രസിനെ കൊണ്ട് സാധിക്കുമെന്നാണ് പാലോട് പറയുന്നത്. താൻ നടത്തിയ സംഭാഷണത്തിന്റെ ഒരു ഭാഗം അടർത്തിയെടുത്തതാണ് ഇപ്പോൾ പുറത്തു വന്നതെന്നും ഇത്തരം നിർദ്ദേശങ്ങൾ മെസ്സേജിലൂടെയും മറ്റും നിരന്തരം നൽകുന്നതാണെന്നും പാലോട് പറയുന്നുണ്ട്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ വേളയിൽ പാലോട് രവിയുടെ നിലപാട് ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ്, മുൻ ഡെപ്യൂട്ടി സ്പീക്കർ, കഴിഞ്ഞ UDF സർക്കാരിന്റെ ഭരണകാലത്ത് കേരളത്തിലെ നിയമസഭയിലെ മുൻ ഡെപ്യൂട്ടി സ്പീക്കർ ആയിരുന്ന പാലോട് രവി നിരവധി തവണ നിയമസഭാ സാമാജികനായിരുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവാണ്. അങ്ങനെ ഒരു നേതാവ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും CPM വീണ്ടും ഭരണം തുടരുമെന്നും കോൺഗ്രസ് ഉച്ചയും കുത്തി താഴെ വീഴുമെന്നുമുള്ള ഒരു തന്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞാൽ കോൺഗ്രസിലെ മറ്റു നേതാക്കളുടെ അവസ്ഥ എന്താണെന്നും ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച